വളരെ ഹെൽത്തിയായ റാഗി ഇടിയപ്പം ഉണ്ടാക്കുമ്പം ഇതുപോലെ ചെയ്താൽ ഇതിൻ്റെ ടേസ്റ്റും കൂടും, ഗുണവും കൂടും. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബനാന സ്വീറ്റും കൂടെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 1.5 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. 4 ഏത്തപ്പഴം പുഴുങ്ങി വെച്ചേക്കുന്നത്. പിന്നെ ഇതിന് കുറച്ച് തേങ്ങ, ഉപ്പ്, നെയ്യ്, വെള്ളം. 1 കപ്പ് തേങ്ങാപ്പാൽ, 1/2 കപ്പ് ശർക്കര. ഇത് 1-ാം പാലാണ്, എന്നാൽ അധികം കട്ടിയില്ലാത്തതാണ്. ഇത് 1.25 കപ്പ് തേങ്ങയിൽ നിന്ന് 1 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത 1 കപ്പ് തേങ്ങാപ്പാൽ. ആദ്യം ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഒന്ന് അരച്ചെടുക്കണം. അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇത് വെള്ളം ചേർക്കാതെ തന്നെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് റാഗിപ്പൊടി എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. അതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമ്മളിപ്പം അരച്ച് വെച്ച ഈ പഴം ഉണ്ടല്ലോ, അതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പകുതി, അതായത് 2 പഴത്തിൻ്റെ പഴുപ്പ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇത് മാറ്റി വെക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഇത് തന്നെ ആദ്യമേ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഏത്തപ്പഴത്തിൻ്റെ പഴുപ്പും പൊടിയും കൂടെ നന്നായിട്ട് യോജിച്ച് വരണം. ഇത് വെള്ളം ചേർത്ത്, ഇത് സാധാരണ വെള്ളമാണ്, വെള്ളം ചേർത്ത് ഇടിയപ്പത്തിൻ്റെ പാകത്തിന് കുഴച്ചെടുക്കണം. വെള്ളം കുറേശ്ശേ ചേർക്കാവുള്ളൂ. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. ഒന്നോടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് നമുക്കൊരു 10 മിനിറ്റ് നേരം മാറ്റി വെക്കാം. ഇലയിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടിയോ കുറച്ചോ, ചിലർക്ക് തേങ്ങ ഇല്ലാതെ ആയിരിക്കും ഇഷ്ടം, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഇനി ഈ മാവ് സേവനാഴിയിലേക്ക് നിറയ്ക്കാം. ഇനി ഇലയിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. അത് നമുക്ക് എന്തോരം വേണോ അതിൻ്റെ വലിപ്പമനുസരിച്ച് പിഴിഞ്ഞെടുക്കാം. സ്റ്റീമറിൽ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഇടിയപ്പം ഇതുപോലെ ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയേ. നമുക്കിതൊന്ന് നോക്കാം. ഈ കളറൊക്കെ മാറിയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇതിൻ്റെ 10 മിനിറ്റ് വേവിച്ചാണുള്ളത്. ഇത് നമുക്ക് മാറ്റാം. ഇനി ഒരു പാനിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന, അതായത് 2 ഏത്തപ്പഴത്തിൻ്റെ പൾപ്പാത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഇതൊന്ന് ഇങ്ങനെ ഒന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് അലത്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓണാക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർക്കാം. ഞാനൊരല്പം ബാക്കി മാറ്റി വെച്ചേക്കുവാണ്. ഇതിൻ്റെ ഓരോരുത്തരുടെയും മധുരത്തിന് എന്തോരം വേണോ അതിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരണം. മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇതിലേക്ക് ഒരു നുള്ളുപ്പും ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം.
ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടായാൽ മതി, നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. അതായത് തവിയൽ ആവി വരുന്ന പാകം. സ്പെഷ്യൽ റാഗി ഇടിയപ്പത്തിനുള്ള ബനാന സീറ്റ് റെഡിയായി. സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരത്തെ ഭക്ഷണമായിട്ടും എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ കമൻസ് അറിയിക്കാനും വിട്ടുപോകരുത്. നല്ല നല്ല റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.